Welcome dear students. Now we are going to study another important financial statement of non-profit organization called income and expenditure account. This account helps us to know whether our organization has earned surplus or suffered deficit during the accounting year. Okay, non-profit ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സെക്കൻഡ് കോമ്പണൻ്റ് ആയിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ അതിന് സിമിലർ ആയിട്ടുള്ള എന്നാൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. Okay, then income and expenditure account is a revenue account of non-profit organization and it is prepared at the end of accounting year, and the main purpose is to find out whether the organization has earned surplus. Surplus means when surplus happens when income is more than expenditure, or whether the organization suffered deficit. Deficit means deficit happens when expenditure is more than income. So as I said earlier, this account is similar to profit and loss account of profit motive organizations. Then in this statement or income and expenditure account, all revenue, expenses and losses of the current year are shown on the debit side, and all revenue, incomes and gains of the current year are shown on the credit side. അപ്പോൾ ഇവിടെ നോക്കേണ്ടത്, ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ റവന്യൂ ഐറ്റംസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. റവന്യൂ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. റവന്യൂ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ്, റവന്യൂ നേച്ചറുള്ള എക്സ്പെൻസ് ആൻഡ് ലോസസ് ഡെബിറ്റ് സൈഡിലും റവന്യൂ നേച്ചറുള്ള ഇൻകംസ് ആൻഡ് ഗെയിൻസ് ക്രെഡിറ്റ് സൈഡിലുമാണ് കാണിക്കുന്നത്. ദെൻ ആഫ്റ്റർ റെക്കോർഡിംഗ് ഓൾ ദീസ് ഐറ്റംസ് ആൻഡ് വിത്ത് പ്രോപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സൈഡ് ഈസ് കാൽക്കുലേറ്റഡ്. If credit is more than debit, then it is surplus. Then if debit is more than credit, then it is deficit. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, കറണ്ട് ഇയറിലെ ഇൻകം ആൻഡ് എക്സ്പെൻസ് മാത്രമാണ് എവിടെ റെക്കോർഡ് ചെയ്യുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. കറണ്ട് ഇയറിലെ ഇൻകം ആൻഡ് എക്സ്പെൻസ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ റിലേറ്റഡ് ആണെങ്കിൽ ഇവിടെ റെക്കോർഡ് ചെയ്യില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻസ് ആണെങ്കിൽ അത് എവിടെ വരില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും വരില്ല. കാരണം ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് ബേസിലാണ്, അക്രൂവൽ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്ത് ബേസിസിലല്ല, ക്യാഷ് ബേസിസിലല്ല എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്, അക്രൂവൽ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, then now let's see features of income and expenditure account. First feature, it is a nominal account. Nominal account means it records income and expenses. Then second feature, it is prepared from receipts and payments account plus additional information. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആയിരിക്കും. അതുകൂടാതെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ്റെ ബേസിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്യാനുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ്, ഓൺലി റവന്യൂ ഐറ്റംസ് ആർ റെക്കോർഡഡ്, ക്യാപിറ്റൽ ഐറ്റംസ് ആർ കംപ്ലീറ്റ്ലി ഇഗ്നോർഡ്. ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് റവന്യൂ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ്. ക്യാപിറ്റൽ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ്ലി നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ക്യാപിറ്റൽ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് മീൻസ് ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നു, ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഡൊണേഷൻസ് കിട്ടുന്നു. ഇതൊക്കെ എന്താണ്, ക്യാപിറ്റൽ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് ആണ്. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു, അതിൽ റെക്കോർഡ് ചെയ്യില്ല. ഓക്കെ, ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി കറണ്ട് ഇയർ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ടേക്കൻ ഇൻ ഫുൾ വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് അക്രൂഡ് ആൻഡ് അൺഏൺഡ് ഇൻകംസ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹിയർ ഓൺലി കറണ്ട് ഇയർ ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് ആർ ഇൻക്ലൂഡഡ്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, കറണ്ട് ഇയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് കൺസിഡർ ചെയ്യണം, പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ പ്രീപെയ്ഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണോ അത് ചെയ്യണം, അക്രൂഡ് ഇൻകം ഉണ്ടെങ്കിൽ അക്രൂഡ് ഇൻകം എന്ത് ചെയ്യണം,
കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് എവിടെ വരുന്നുണ്ട്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്നുണ്ട്. Then non-cash items like depreciation, bad debts, etc. are also included. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? നോൺ ക്യാഷ് ഐറ്റംസും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്കറിയാം എക്സ്പെൻസ് ആണ്, നോൺ ക്യാഷ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. നമ്മളത് എവിടെ എക്സ്പെൻഡിച്ചർ സൈഡിൽ ഡിപ്രീസിയേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റും ഒക്കെ കാണിക്കുന്നുണ്ട്. Then it does not show opening balance or closing balance of bank and cash balances. Then its closing balance represents surplus or deficit for the year. ഓക്കെ, ഈ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആയിരിക്കും. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. The receipts and payments account is a real account. On other hand, income and expenditure account is a nominal account. Receipts and payments account cash and bank റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറയുന്നത് റിയൽ അസറ്റുകളാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആൻഡ് ഇൻകം റിലേറ്റ് ചെയ്തിട്ടുള്ളത്, വിച്ച് മീൻസ് നോമിനൽ അക്കൗണ്ട് ആണ്. Then next difference, the objective. Receipts and payments account shows summary of all cash and bank receipts and payments. Income and expenditure account is prepared to find out surplus or deficit. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെയും അതുപോലെ ബാങ്ക് ട്രാൻസാക്ഷൻസിൻ്റെയും സമ്മറി കാണിക്കാനാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ സർപ്ലസ് ആണോ അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ്, ബേസിസ് ഓഫ് പ്രിപ്പറേഷൻ. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ്. ബട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ്. അക്രൂവൽ ബേസ് എന്ന് പറയുമ്പോൾ കറണ്ട് ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. കറണ്ട് ഇയർ റിലേറ്റഡ് എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഐറ്റംസ് റെക്കോർഡഡ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. ക്യാപിറ്റൽ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് ആയിക്കോട്ടെ, റവന്യൂ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് ആയിക്കോട്ടെ, എവിടെ ഇൻക്ലൂഡ് ചെയ്യും? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യും. ബട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ഓൺലി റവന്യൂ ഐറ്റംസ്. ക്യാപിറ്റൽ ഐറ്റംസ് ആർ നോട്ട് റെക്കോർഡഡ്. Then period covered. Receipts and payments account may include items relating to previous year, current year or next year. Receipts and payments account previous year ഉള്ളതായിക്കോട്ടെ, നെക്സ്റ്റ് ഇയർ ഉള്ളതായിക്കോട്ടെ, കറണ്ട് ഇയർ ഉള്ളതായിക്കോട്ടെ, എല്ലാ ട്രാൻസാക്ഷൻസും വരും. If cash is received or paid. Then income and expenditure account includes only items relating to current year. Then opening and closing balance. Receipts and payments account starts with opening balance of cash and bank and end with closing balance of cash and bank. Income and expenditure account does not show opening or closing balance. Then non-cash items. Receipts and payments account does not record non-cash items like depreciation, bad debt, outstanding expenses, prepaid expenses, accrued incomes, etc. But income and expenditure account records non-cash items like depreciation, bad debt, outstanding, prepaid expenses. ഇതെല്ലാം ഇതിൽ വരും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരും. ദെൻ റിസൾട്ട് ഷോൺ. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഷോസ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്, അല്ലേ? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആയിരിക്കും. ഇയർ എൻഡിലെ ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് ആയിരിക്കും. ബട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഷോസ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. Then what are the resemblance? Receipts and payments account is similar to cash book summary. Income and expenditure account is similar to profit and loss account of a business concern.